നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് സാറിൻ്റെ വീട്ടിലാണ്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന ആ വലിയ നേട്ടത്തിന് ശേഷം അദ്ദേഹം നമ്മളോടൊപ്പം കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുകയാണ്. ആ നേട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ചും നേട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സന്തോഷത്തെക്കുറിച്ചും പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വേദിയിൽ വെച്ചിട്ടുണ്ടായ പല നാടകീയമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് നമ്മൾ സംസാരിക്കും. പ്രദീപ് സാർ, നമസ്കാരം. നമസ്കാരം. എന്താ ഒരു വലിയ അഭിമാന നിമിഷത്തിൻ്റെ ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് നമ്മുടേത്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്ന വലിയ നേട്ടത്തിലേക്ക് സാർ എത്തിക്കഴിഞ്ഞു. നാട് മുഴുവൻ അതിൻ്റെ ഏറ്റുവാങ്ങലുകളും സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന വഴിക്ക് മൂത്തറയിൽ ഒരു ഭീമാകാരമായിട്ടുള്ള കട്ടൗട്ടർ, പിന്നെ ജംഗ്ഷനിൽ വലിയ ഫ്ലെക്സുകൾ, പിന്നെ ഒരുപാട് ഫോൺ കോളുകൾ, മെസ്സേജുകൾ, സോഷ്യൽ മീഡിയ നിറയെ ഒരു 2-3 ദിവസമായിട്ട് വേറെ പേരൊന്നുമില്ല, സാറിൻ്റെ പേര് തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട് നമുക്കും. അപ്പോൾ സാറേ, എൻ്റെ ചോദ്യം ഇതാണ്. അതായത് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്ന നേട്ടത്തിലേക്ക് സാർ എത്തി ആ മൊമെൻറ്റിൽ മനസ്സിലുണ്ടായ ആ ഒരു വികാരം എന്തായിരുന്നു അത്? ഞാനിപ്പോൾ എന്താ പറയണ്ടേ, ഭയങ്കര സന്തോഷം. വികാരം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിൽ എനിക്ക് നേടും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അവസാന സമയത്തുണ്ടായ ഒരു വിങ്ങൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു സമയത്ത് തൊണ്ടയിടറി പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. ഈ ഒരു പ്രദീപ് മുഖത്തല എന്ന നാട്ടുകാരറിയുന്നതിന് മുമ്പ് വേറൊരു മുഖത്തല പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ആ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും ജനങ്ങൾ അറിയുന്ന, എല്ലാവരുടെയും മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിലേക്ക് ഉയർന്നപ്പം അത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നതാണ്. അതും പ്രശസ്തമായ ചങ്ങമ്പുഴയുടെ ആ ഒരു വരി വന്നതാണ്, ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണ് പരാജയം. അതെനിക്ക് വീണ്ടും എടുക്കാൻ പറ്റില്ല. കാരണം അപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ പണ്ടത്തെ ജീവിതങ്ങളാണ് ഓർമ്മ വരുന്നത്. അതിൽ നിന്നൊക്കെ ദൈവം എന്നെ ഇത്രയും മാറ്റിമറിച്ച് ഇത്രയും ലോകം അംഗീകരിക്കുന്ന, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അധ്യാപകനിലേക്ക് എത്തി. അതും ഒരു അധ്യാപകനും കിട്ടാത്തത്ര ഒരു ബഹുമതിയായ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഞാൻ തന്നെ ആദ്യമായിട്ട് വന്നു. അവരുടെ മനസ്സിൽ അതായിരിക്കും ആ ഒരു സമയത്ത് എനിക്കൊരു വിങ്ങലുണ്ടായത്. പക്ഷേ ഇവരുടെയൊക്കെ ഒരു ആവേശവും എൻ്റെ അമ്മ അപ്രതീക്ഷിതമായിട്ട് അവിടെ വരുന്നത് കണ്ടപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല അവിടെ. അതുമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ്, പക്ഷെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഓരോ പരീക്ഷാ സമയത്തും. പക്ഷെ ആ ഒരു നിമിഷം ആ ഹാളും ജനങ്ങളും കണ്ടുകൊണ്ടിരുന്ന ഇടപെടുവാണ്. എന്തറിയാം, ഇപ്പം നമ്മൾ ആ വേദി ഉണ്ടായിരുന്നല്ലോ. അപ്പം പരിപാടി കഴിയാൻ 15 മിനിറ്റ് മാത്രം നിൽക്കുകയാണ്. സാറ് ചങ്ങമ്പുഴയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള, എല്ലാ കാലത്തും കാലാതിവർത്തിയായി നിൽക്കുന്ന വരിയാണ് കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം എന്നുള്ള കവിയുടെ അനുഭവത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പലപ്പോഴും ചിന്തിച്ചു പോകുന്ന ഒരു കാവ്യശകലമാണത്. സാറ് അത് പ്രശസ്തമായ വരികൾ എന്ന ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ വരി പറഞ്ഞപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ കടന്നു വന്ന ജീവിതാനുഭവങ്ങളെല്ലാം മനസ്സിലേക്ക് വരുന്നു. പിന്നീട് ആ ജീവിതാനുഭവങ്ങളെ തരണം ചെയ്ത് ആ വലിയ സുവർണ നിമിഷത്തിലേക്ക് പോകുന്നു. ആയിരക്കണക്കിന്, നിൽക്കാൻ പോലും കഴിയാത്തത്രയും ഉദ്യോഗാർത്ഥികളായിരുന്നു, നമുക്കൊക്കെ കയറാൻ പോലും പറ്റിയില്ല. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നിറകണ്ണുകളോടെ, കയ്യടിയോടെ, പ്രാർത്ഥനയോടെ നിൽക്കും. സാറിൻ്റെ ആ തൊണ്ട ഇടറിയ സമയത്ത് നമ്മളെല്ലാവരും ടെൻഷനായി പോയി. കാര്യം എൻട്രി ടീം ടെൻഷനായി, പിന്നെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, സാറിൻ്റെ പ്രിയപ്പെട്ട വീട്ടിലെ ഉദ്യോഗാർത്ഥികൾ, വോളണ്ടിയേഴ്സ്, അങ്ങനെ എല്ലാം ഒരു ഭയങ്കര നാടകീയമായ സംഭവമാണ്. അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഹാളിരുന്ന മുഴുവൻ കുട്ടികളും കരഞ്ഞുകൊണ്ട് കൈകൂപ്പി നിൽക്കുന്നൊരു കാഴ്ചയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പം വീണ്ടും സാറിന് ശബ്ദം പുറത്തേക്ക് വരാത്ത വല്ലാത്ത ഒരു വൈകാരിക നിമിഷത്തിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായത് അല്ലേ? അതാണ് തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നൊരു നിമിത്തമാണെന്ന് തോന്നുന്നു. ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു കുഴപ്പമില്ലാതെ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടേ തോന്നിയില്ല. ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അവസാന നിമിഷത്തിലേക്ക് എത്തും തോറും എന്തോ ഒരു നിമിത്തം ആയിരിക്കും ഒരു സംഭവം. അത് കുറച്ചെങ്കിലല്ലേ, ഫുള്ളങ്ങ് ശരിയാവരുതല്ലേ, എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഇത് വേണമല്ലേ, അത് കൊണ്ടുവന്നു. പക്ഷേ അതൊരു 2 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ 2 മിനിറ്റോ ഉണ്ടായിരുന്നുള്ളൂ. പ്രദീപ് സാറേ, മറ്റൊരു കാര്യം പറഞ്ഞാലേ, ഈ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, അല്ലെങ്കിൽ ആകാംക്ഷയാണ്, ഈ 24 മണിക്കൂർ തുടർച്ചയായി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാറിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അതായത് മാനസികമായിട്ട് തയ്യാറെടുക്കണം, ശാരീരികമായിട്ട് തയ്യാറെടുക്കണം, പിന്നെ കുട്ടികൾ കൊടുക്കാനുള്ള ഇത്രയും ഡേറ്റുകൾ തയ്യാറാക്കണം. അങ്ങനെ ഒരു വലിയ യജ്ഞം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതിനകത്ത് ഒരു തരത്തിലുള്ള സംശയമില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു തയ്യാറെടുപ്പ്?
അങ്ങനെ ചോദിച്ചാൽ ഒരു തയ്യാറെടുപ്പുമില്ല. സത്യത്തിൽ മാനസികമായും ശാരീരികമായും തയ്യാറെടുത്ത്, പക്ഷേ പ്രിപ്പറേഷൻ ഒന്നും ഞാൻ ചെയ്തില്ല. എന്നും എൻ്റെ വീട്ടിൽ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്കുണ്ട്. ഓരോ സബ്ജക്റ്റിലെ ഓരോ ബേസ്, ഭരണഘടനയായാലും ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും ഇംഗ്ലീഷിൻ്റെ ആയാലും മാത്സിൻ്റെ ആയാലും മലയാളത്തിലെ ആയാലും ഇതെനിക്ക് സിമ്പിളാണെന്ന് അതൊരു കളക്ഷൻസ് ഞാൻ തലേ ദിവസം ഇരുന്ന് സെറ്റ് ചെയ്തതേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് പഠിപ്പിക്കേണ്ട ടോപ്പിക്കെല്ലാം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര റിവിഷൻ നടത്തണം, ഇങ്ങനെ പോയതേ ഉള്ളൂ. പിന്നെ മാനസികമായും ശാരീരികമായും തയ്യാറെടുത്ത്. കാരണം കുറേ എല്ലാവരും പറഞ്ഞ് നല്ലോണം ഉറങ്ങണേ, എന്തായാലും ക്ഷീണം വന്നു, ഇത്രയും നല്ല കാര്യം ചെയ്യണം. പിന്നെ ജിമ്മിലൊക്കെ പോയി, ജിമ്മിൽ ഞാൻ പോകുന്നതാണ്, അവിടെ പോയി കൂടുതലും ഓട്ടം, റണ്ണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ യോഗ കുറച്ച് ചെയ്യണേ, കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരിക്കണേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറേ എക്സർസൈസ് ചെയ്തു. അപ്പം ബോഡി നല്ല രീതിയിൽ ആ ഒരാഴ്ചയിൽ. പിന്നെ ഞാൻ ഡോക്ടറെ പോയി കണ്ടായിരുന്നു, ENT ഡോക്ടറെ പോയി കണ്ട് കവിളിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത്രയും നേരം ചെയ്യേണ്ടത്. അപ്പം ഡോക്ടർ നല്ല രീതിയിൽ പറഞ്ഞു അസുഖങ്ങളൊന്നുമില്ല, ചെയ്യേണ്ടത് എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ഇടവിട്ടോ അല്ലെങ്കിൽ 15 മിനിറ്റോ ഒരു കവിള് വെള്ളം കുടിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, തൊണ്ട എപ്പോഴും ഡ്രൈ ആവാവുന്നത്. അത് മാത്രമേ ഇങ്ങനൊരു കാര്യത്തിലുള്ളത്. പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ പിന്നെ ഞാൻ വർഷങ്ങളായി ഇവരെ പഠിപ്പിക്കുന്നതുകൊണ്ട് എല്ലാം അറിയാം. ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാസീവ് വോയിസോ, ക്വസ്റ്റ്യൻ ടാഗ്, മാത്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, മലയാളം ഈ പറഞ്ഞ വരികൾ, അർത്ഥം എഴുതുക, പിരിച്ചെഴുതുക, പിന്നെ ഹിസ്റ്ററി ജോഗ്രഫിയിലൊക്കെ പ്രധാനപ്പെട്ട ഐറ്റം. അത് കറക്റ്റ് ഒരു ഓർഡറിൽ എനിക്ക് തന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് ഒരു ഓർഡറിൽ കൊണ്ടുപോയെങ്കിലും അവിടെ തുരുതുരാ പറയേണ്ടി വന്നുകൊണ്ട് അങ്ങ് പൊയ്ക്കൊണ്ടേ ഇരിക്കുക. 27 മണിക്കൂർ പോരാ. സത്യത്തിൽ എനിക്ക് തോന്നുന്ന എനിക്ക് വീണ്ടും എടുക്കായിരുന്നു. 48 മണിക്കൂർ ആയിരുന്നെങ്കിലും അത്രയും കണ്ടന്റ് എൻ്റെ കിടക്കുക. പിന്നെ വരുമ്പോഴും അത്രമാത്രം പറഞ്ഞു തീരുന്നില്ലായിരുന്നു ടോപ്പിക്ക്. അതാ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അത് ഞാൻ വർഷങ്ങളായി ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ടായിരിക്കും. മറ്റൊരു അധ്യാപകർ ചിലപ്പോൾ ഓരോ സബ്ജക്റ്റിൽ ഒതുങ്ങിയിരിക്കുകയല്ലേ. ഞാൻ പിന്നെ റിവിഷൻ ഉണ്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും. ഹിസ്റ്ററി, ജോഗ്രഫി, ഭരണഘടന, എക്കണോമിക്സ്, ഒരു ടോപ്പിക് എടുത്താലും അതിലെ മെയിൻ പോയിന്റുകൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ വർഷങ്ങളായി പഠിപ്പിക്കുന്നതുകൊണ്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ആദ്യത്തെ 4 മണിക്കൂർ കഴിയുമ്പോഴായിരുന്നു എനിക്ക് ബ്രേക്ക് കിട്ടിയത്. ആ 4 മണിക്കൂറിൽ പോലും ഞാനൊരു 10% പോലും പറഞ്ഞില്ല. അത്രമാത്രം കണ്ടന്റ് വന്നുകൊണ്ട്, ഒന്ന് പറയുമ്പോൾ അടുത്ത കണ്ടന്റ് വന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ ആ ഒരാഴ്ച ഞാൻ നല്ലോണം സന്തോഷിച്ചു. വലിയ യാത്രകളൊന്നും ചെയ്തില്ല, എന്തെങ്കിലും ആക്സിഡൻ്റ് ഒന്നും പറ്റണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും. പിന്നെ ഫുഡ് വീട്ടിലെ മാത്രം കഴിച്ചു, പുറത്തുള്ള ഒന്നും വയറിനൊരു അസുഖവും വരുത്തുക. അത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, വേറെ ഒന്നും കഴിക്കേണ്ട വീട്ടിലെ. പിന്നെ അവിടെ ആയാലും അവിടെ ബ്രേക്ക് സമയത്ത് വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രിപ്പറേഷൻ നടത്തി. അങ്ങനെയുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. പിന്നെ സാറിനെ സംബന്ധിച്ചിട്ട് ഇപ്പം ഈ പറഞ്ഞ കണക്റ്റഡ് സാധനങ്ങളാണ് അല്ലേ. ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു സംഗതിയെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി കണക്ട് ചെയ്തിട്ട് ചങ്ങല പോലെ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് സാറിന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു അധ്യാപന ജീവിതത്തിന്റെയും അല്ലെങ്കിൽ ആ ഒരു LDC, LGS, സെക്രട്ടറി അസിസ്റ്റന്റ് അല്ലെങ്കിൽ പോലീസ്, ഈ പരീക്ഷകൾ കുറെ കണ്ട് മടുത്തത് കൊണ്ട് ഒന്നിന്ന് അടുത്തതിലോട്ട് റിവിഷൻ എന്ന് പറയുന്ന പോലെ അങ്ങ് കയറി. എനിക്കൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്ന ദേശീയ പാർക്ക്, മനാസ് ദേശീയ പാർക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് അടുത്ത ദേശീയ പാർക്ക് അങ്ങ് പറയാം, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടും. ഇത് പരീക്ഷകളിലെ കണ്ടുവന്ന ക്വസ്റ്റ്യനുകൾ അങ്ങ് ഓടി വരും. അതിലെ എന്നും പഠിപ്പിക്കുന്നതുകൊണ്ട് അങ്ങ് കയറി. അപ്പോൾ ആ ഒരു അധ്യാപന പരിചയം ഒരുപാട് എന്തായാലും നമുക്ക് ആ വേദിയിൽ കാണാൻ പറ്റി. കാര്യം തുടർച്ചയായിട്ടൊരു മാല പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. സാറേ, പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ എൻട്രി ടീം 24 മണിക്കൂർ ക്ലാസ് എടുക്കാൻ സാറിനെ ക്ഷണിക്കുകയാണ്. അല്ലെങ്കിൽ എൻട്രിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ഉദ്യമം വെച്ച് കഴിഞ്ഞാൽ ശ്രീ പ്രദീപ് സാറ് ക്ലാസ് എടുക്കുമോ അല്ലെങ്കിൽ സാറിന് പറ്റുമോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് ചോദിച്ചു. നമ്മുടെ പ്രധാനപ്പെട്ട അധ്യാപകൻ, അതിനപ്പുറം നമ്മുടെ കേരള PSCയുടെ അക്കാഡമിക് ഹെഡ്, പിന്നെ വർഷങ്ങളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, സാറിനെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു തോന്നൽ എൻട്രിക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പം ആ ചോദ്യം കേട്ടപ്പം സാറിന് ഫസ്റ്റ് മറുപടി എന്തായിരുന്നു? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് അന്ന് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണോ, അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് ഉള്ളൊരു കുറേ ഉപദേശങ്ങളൊക്കെ തേടിയിട്ടൊക്കെയാണോ ഇത് തീരുമാനത്തിലേക്ക് എത്തിയത്? അല്ല, ചോദിച്ച ഉടനെ എൻ്റെ മനസ്സങ്ങ് ഇറങ്ങുക, വേറെ ഒന്നുമില്ല. അവരിങ്ങനെ ഒരു ഐഡിയ വെച്ചു, എൻട്രിക്കാരാണ് ഇങ്ങനെ ഒരു ഐഡിയ വെച്ച് തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട്, അത് PSC അല്ല വേറെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴ് അവിടെ വെച്ച് തന്നെ ഞാൻ ചെയ്യാം എന്നൊറ്റ, വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എൻ്റെ ആ മനസ്സ് അങ്ങ് പറഞ്ഞു. അല്ലാതെ ഇതിൻ്റെ വരുന്ന എന്താണെന്നോ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ചെയ്യാം, അങ്ങനെ എന്താന്ന് തോന്നിയില്ല. ആ സമയത്ത് അങ്ങ് പറയാണ്. പിന്നീട് ഇവർ പറയുമ്പോഴും
എനിക്കിതിൻ്റെ പോരായി ഓരോ സാറുമാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴോ അത് ശ്രദ്ധിക്കണം, ഇങ്ങനെ ശ്രദ്ധിക്കണം, അത് നോക്കണം, അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഇതെന്താ ഞാൻ ചിന്തിക്കാത്ത. എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, ഞാൻ ഏറ്റു. എനിക്കൊന്നും തോന്നിയിട്ടുമില്ല ഈ 24 മണിക്കൂർ ക്ലാസ് എടുക്കണമെന്ന് പറയുന്നതിൽ അതിലെ വലിയ പ്രശ്നങ്ങളുണ്ടെന്നോ കുഴപ്പങ്ങളുണ്ടെന്നോ ഇത്രയും ദിവസമായിട്ടും ഇല്ല. എനിക്ക് നേരത്തെയൊക്കെ ഈ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ കവിള് വേദന വരുമായിരുന്നു. കുട്ടികൾക്കൊക്കെ എപ്പോഴും അറിയാം കവിള് വേദന. പക്ഷെ ആ 24 മണിക്കൂർ കവിള് വേദന എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് തന്നില്ല. അത് ദൈവത്തിൻ്റെ ഒരു കവിള് വേദന എന്ന് പറയുന്ന ഈ തൊണ്ടയിൽ അടപ്പ് വന്നത് മാത്രമേ ഉള്ളൂ. കവിള് വേദന ആ ദിവസമില്ല. അന്ന് രാത്രി പിള്ളേർ പറയുമ്പോഴാണ് കുട്ടികൾ വന്ന ക്ലാസ് സാറിന് കവിള് വേദനയൊക്കെ ഉണ്ടാകും. അയ്യോ അന്നേരമാണ് ഞാൻ ഈ കവിള് വേദന കവിളിന്റെ കഴപ്പ് പോലുള്ള ഉണ്ട് എന്ന് തന്നെ ചിന്തിക്കുന്നത്. ഞാൻ അവരോട് അന്നേരം തന്നെ പറഞ്ഞു, ഇതുവരെ എനിക്ക് ഈ ദിവസത്തെ സാർ 24 hours ഈ ഉദ്യമത്തിന്റെ ഭാഗമാകുമ്പം സ്വാഭാവികമായിട്ടും സാറിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്, സാർ അത് ചെയ്യും എന്നുള്ളത്. കാര്യം നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ സാന്നിധ്യം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് നിരവധി ഉദ്യോഗാർത്ഥികൾ, ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ 2 ദിവസമായിട്ട് അവിടെ നിന്നു. പലരും അവിടെ ഹോട്ടൽ മുറിയിൽ റൂമെടുത്ത് താമസിച്ചിട്ട് സാറിൻ്റെ പൂർണ്ണമായും സാറ് ആ റെക്കോർഡ് ഏറ്റുവാങ്ങുന്ന മുഹൂർത്തത്തിന് സാക്ഷികളായിട്ടാണ് തിരിച്ചു പോയത്. പിന്നെ അതേപോലെ നമ്മുടെ എൻട്രിയിലെ അധ്യാപകരെല്ലാം 2 ദിവസവും തുടർച്ചയായിട്ടുണ്ടായിരുന്നു. എൻ്റെ ടീം അംഗങ്ങൾ, എൻട്രിയിലെ മീഡിയയിലെ ക്യാമറമാർ, എഡിറ്റേഴ്സ്, ഇവരെല്ലാം ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ അണിയിരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോടൊക്കെ ആ ഒരു സ്നേഹത്തോടും കരുതലിനോടും ഒക്കെ സാറിന് എന്താണ് പറയാനുള്ളത്? ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവരൊക്കെ അവസാന നിമിഷങ്ങളിലൊക്കെ ഉണ്ടായ ഒരു വൈകാരികമായിട്ടുള്ള അവരുടെ ഒരു മുഖഭാവങ്ങളും അല്ലെങ്കിൽ ഇടപെടലൊക്കെ നമ്മുടെ തന്നെ കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ടീമിനോടും ഈ ഉദ്യോഗാർത്ഥികളോടും നമ്മുടെ സാറിൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, വോളണ്ടിയേഴ്സ്, ആ കുട്ടികളാണെങ്കിൽ ഈ പരിപാടി തുടങ്ങി അന്ന് മുതൽ നമ്മളോടൊപ്പം കട്ടക്ക് നിൽക്കുന്ന പിള്ളേരായിരുന്നു. അപ്പോൾ അവരെല്ലാം സാറിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവരോടൊക്കെയുള്ള സാറിന് എന്താണ് പറയാനുള്ളത് ആ സ്നേഹത്തോട്? സത്യത്തിൽ അവരോടാണ് നന്ദി പറയേണ്ടത്. കാരണം എൻ്റെ ഒരു വിജയമല്ല, അവരിത്രയും ഉണ്ടായത് കൊണ്ടാണ്. ആ രാത്രിയിലൊക്കെ ഞാൻ ഈ തുടങ്ങുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് രാത്രിയിലൊക്കെ കുട്ടികൾ ഉണ്ടാകുമോ, ആൾക്കാരുണ്ട്, ഇതാണ് എൻ്റെ ചോദ്യം. ഇവിടേക്ക് ഇരിക്കുമോ ഇത്രയും നേരം? കാരണം തലേന്ന് ഉച്ചയ്ക്ക് 2-ന് തുടങ്ങിയിട്ട് ക്ഷീണമായിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും വീട്ടിൽ പോകാൻ ചിലപ്പം കുറച്ച് ആൺകുട്ടികളൊക്കെ ആണിരിക്കും. പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ വടകരയിൽ നിന്നാണ് വന്നേ, കണ്ണൂരിൽ നിന്നാണ് വന്നത്, ഇങ്ങനെ പറയുമ്പം ഞങ്ങളിവിടെ ഉണ്ട് സാറേ, ഇവിടെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ അവർ പറയുമ്പം നമ്മൾ തന്നെ നമ്മളെ പ്രതീക്ഷിച്ചാണല്ലോ വന്നത് എന്ന് നോക്കുന്നത്. രാത്രിയിൽ 2 മണിക്കും 1 മണിക്കും ഒക്കെ ആ ഹാളിൽ എല്ലാവരും ഞാൻ പറയുന്ന എഴുതിയെടുക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത എന്താണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ചിലപ്പോൾ ഇച്ചിരി ഇരിക്കുന്നതായിരിക്കാം. പക്ഷെ അപ്പോഴും അവർ ഇരുന്ന് എഴുതിയെടുക്കും, ഉറക്കം പോലും ഇല്ലാത്ത. അവർക്ക് വേണമെങ്കിൽ രാവിലെ വന്നാൽ മതി, പക്ഷെ ഇത്രയും കുട്ടികളിരുന്നു. പിന്നെ എൻട്രി ടൈം ഫുൾ സപ്പോർട്ട്, സാറുമാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എന്തെങ്കിലും അസുഖം വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് വെളിയിൽ നോക്കുമ്പോഴായാലും അകത്ത് നോക്കുമ്പോഴായാലും ബ്രേക്ക് സമയത്തായാലും എന്തെങ്കിലും ഉണ്ടോ പ്രദീപെ വന്ന് ചോദിക്കുന്ന കാര്യമായാലും എല്ലാവരും അവിടെ ഇവിടെ എല്ലാം ആ 2 ദിവസം ഫുള്ള് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വിജയം അവരുടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു വിജയം. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ചിലപ്പം പറഞ്ഞു അല്ലാതെ ഞാൻ ഇറങ്ങി തിരിച്ചു വരുന്നതെങ്കിൽ ചിലപ്പോൾ 24 മണിക്കൂർ. പക്ഷേ ഇങ്ങനൊരു വിജയം ആക്കി ഒരു അധ്യാപകനെ ഇതിൽ കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വിജയമാക്കി തന്നത് ഈ എൻട്രി ടീം തന്നെയാണ്. അവരുടെ ആ ഒരു രീതി, അവർ കൊണ്ടുവന്ന നല്ലൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക, എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുക, പിന്നെ അവർക്ക് വേണ്ട ബുക്കുകൾ, അവർക്ക് ചായ, ആവശ്യമായ അതിന് കൂടെയുള്ള കടി, ഇതെല്ലാം അവർക്ക് ക്ഷീണം വരുമ്പോൾ എന്താണോ ഉള്ളത്. പിന്നെ ഏതൊരു സഹായത്തിനും എപ്പോഴും എൻ്റെ കുറേ സ്റ്റുഡൻസുകൾ കൂടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇത്രയും എല്ലാം കൂടെ ചേർന്നത് കൊണ്ടാണ് ഇത് മഹത്തായൊരു വിജയം ആയത്. ഇല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെയോ പറഞ്ഞ് ചിലപ്പോൾ ഇറങ്ങിത്തിരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. വാക്കുകളില്ല എനിക്ക് പറയാൻ. സത്യത്തിൽ ആർക്കൊക്കെ നന്ദി പറയണമെന്ന് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഒരുപാട് പേരോട് സാർ നന്ദി പറയാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ ടീമിനും സാറിനോടും നന്ദി പറയാനുണ്ട്. കാര്യം ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു ഉദ്യമത്തിലൂടെ കടന്നുപോയി ഞങ്ങൾക്കെല്ലാം ഏറെ അഭിമാനകരമായ നിമിഷം സമ്മാനിച്ചത്. മറ്റു കാര്യം ശ്രദ്ധിച്ചെന്ന് അറിയാം, ഈ 24 മണിക്കൂർ തുടർച്ചയായിട്ട് ക്ലാസ് എടുക്കുന്നു എന്നുള്ള ഒരു സംഗതിയിലേക്ക് വരുമ്പം 24 മണിക്കൂർ ക്ലാസ് എടുക്കുന്നു, അത് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. കുറച്ച് ഓഡിയൻസ് സാറ് പറഞ്ഞ പോലെ വന്ന് മുൻപിലിരിക്കുന്നു, അവരതിന് സാക്ഷികളാകുന്നു, റെക്കോർഡ് കിട്ടുന്നു, ഇതൊക്കെയാണ് അതിൻ്റെ പതിവ് കാഴ്ചയെന്ന് പറയുന്നത്. പക്ഷേ ഈ സാറ് പറഞ്ഞതിൻ്റെ കൂട്ട് ഈ വന്ന ആളുകളാരും വെറുതെ വന്നവരല്ല. വന്ന ആൾക്കാരെ കൃത്യമായിട്ട് നമ്മൾ നോട്ട് പാഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നോട്ട് പാഡുകൾ സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത് രാത്രിയിലും തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ആവശ്യകതാബോധമുള്ള ഉദ്യോഗാർത്ഥികളായിരുന്നു വന്നത്. വെറുതെ വന്ന് പോയവരല്ല, വന്നവരെല്ലാം
സാറിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ കൃത്യമായി സ്വീകരിച്ച് നാളെയുള്ള അവരുടെ പരീക്ഷകൾക്ക് വേണ്ടി കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ആ ഒരു മനസ്സോട് കൂടി വന്ന ആൾക്കാരാണ്. പ്രദീപ് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് നാളെ കിട്ടും. കാര്യം നമ്മൾ പലരോടും ബൈറ്റൊക്കെ എടുത്തപ്പോൾ അവർ പറഞ്ഞതാണ്, സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ നാളെ എന്തായാലും പരീക്ഷകൾ ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് കൂടി ആണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. പിന്നീട് ഞങ്ങളൊക്കെ ഒരുപാട് ദൈവതുല്യമായി കാണുന്ന അധ്യാപകൻ ഈ നേട്ടം കരസ്ഥമാക്കുമ്പോൾ അതിന് സാക്ഷികളാവുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമാണ് എന്നൊക്കെയുള്ള അങ്ങനെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു സംഗതി, ഒരു വേദിയായിരുന്നു നമ്മുടെ കല്ലന്താഴം സന ഓഡിറ്റോറിയത്തിൽ നടന്ന ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലേ. അപ്പം ഇപ്പൊ സാറ് ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ? ശബ്ദം കുഴപ്പമില്ല. പിന്നെ 2 ദിവസം ഭയങ്കര അടഞ്ഞിരുന്നേ, പക്ഷെ 2 ദിവസം നല്ല റെസ്റ്റ് കൊടുത്തു. പിന്നെ ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ഞാൻ വീണ്ടും ക്ലാസ് എടുത്തു. സത്യത്തിൽ ഇനി അവർക്ക് വേണ്ടി ഇറങ്ങണം. കാരണം ഇനി മുമ്പിൽ നിന്ന് പരീക്ഷ വരുന്നു, പോലീസ്, ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ LDC LGS. ഇനി അവരെനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു, ഇച്ചിരി നേരമെങ്കിലും പ്രാർത്ഥിച്ചില്ല. ഇച്ചിരി നേരമല്ല, അവരെനിക്ക് വേണ്ടി. ഇനി ഞാൻ അവർക്ക് വേണ്ടി, നമ്മളിപ്പം അവരൊരു അധ്യാപകനായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെനിക്ക് വേണ്ടി ഇത്രയും സ്നേഹത്തോടെ നമുക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അവരുടെ ജീവിതത്തിലേക്ക് എന്നും മങ്ങാതെ നിൽക്കുന്ന ഒരു പ്രകാശമായിട്ട്. മുമ്പ് കുറേ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ പഠിച്ചു പോയിട്ടുണ്ട്, എപ്പോഴായാലും അവർ ഓർക്കുന്നുമുണ്ട് പ്രദീപ് സാറിൻ്റെ മോട്ടിവേഷനും റിവിഷനും ഒക്കെ കേട്ടിട്ടാണ്. അതുപോലെ ഇനിയും ഇപ്പോൾ ഒരു അവാർഡ് കിട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കിട്ടി എന്നും പറഞ്ഞ് നമ്മൾ ഒതുങ്ങി നിൽക്കുകയല്ല. ഇനിയാണ് അവർക്ക്, കാരണം അവരെനിക്ക് വേണ്ടി ഇത്രയും നാൾ നിന്നെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവരുടെ ജീവിതത്തിൽ നല്ലൊരു പൊസിഷനിൽ, അവർ ആഗ്രഹിച്ച പൊസിഷനിൽ എത്താൻ നമ്മളൊരു കാരണക്കാരൻ, ഒരു 10% ഉണ്ടായി. അതിനുവേണ്ടി ഇനി ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. വരുന്ന ആഴ്ച തൊട്ട് അവർക്ക് റിവിഷൻ ക്ലാസ്സും പോലീസ് പരീക്ഷയൊക്കെ വരുന്നുണ്ട്. വരുന്ന മെയിലാണ് റിവിഷൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കാനാണ്. അതുകൊണ്ട് ഇനി അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ച്. കാരണം അവർ അതിനെ ഒരു അധ്യാപകനെ പരിഗണിക്കുക, ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാണെന്ന് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരിറങ്ങിത്തിരിച്ചിരിക്കുന്ന ആ ഒരു പരീക്ഷയ്ക്ക് സഹായിക്കുക എന്നുള്ളതാണ്. അന്നേരം നമ്മൾ ആ സമയത്ത് അവർക്ക് കൂടില്ലെങ്കിൽ പിന്നെന്താ. അതുകൊണ്ട് ഈ വരുന്ന നാളുകൾ അവർക്ക് വേണ്ടി ആയിരിക്കും. അത് ഞാനൊരു വാക്കായിട്ട് അവർക്ക് കൊടുക്കുകയാണ്. മാക്സിമം ടോപ്പിക്ക് കണ്ടെത്തി എങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, ഏതൊക്കെ വിഷയത്തിനാണ്. പിന്നെ ഒരു മോട്ടിവേഷൻ, എൻ്റെ അനുഭവങ്ങളിലുള്ള മോട്ടിവേഷനും കൂടെ കൊടുക്കുക. പിന്നെ എനിക്ക് അവരോട് പറയാൻ ഒത്തിരി നന്ദി. എനിക്ക് നന്ദി എന്ന് പറയുന്നത് ഇതിലൂടെ പഠിപ്പിച്ച് ഞാൻ തരാം. ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഇതേപോലെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. ആ കമൻറ്റുകളും ഓരോ യൂട്യൂബിലേ വരുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ റീൽസൊക്കെ ഇറങ്ങുമല്ലോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ, അപ്പോഴും കണ്ണ് നിറയുകയാണ് എനിക്ക്. ഓരോ കുട്ടികളിടുന്ന നമ്മളെ ദൈവത്തെ പോലെ കാണുന്നു എന്നൊക്കെ പറയുമ്പം ഓരോ അധ്യാപകർ കൊതിക്കുന്ന വാക്കുകളാണ്. ഒരു കുട്ടിയുടെയെങ്കിലും, എനിക്ക് ഒരു കുട്ടിയല്ല, ആയിരക്കണക്കിന് കുട്ടികളാണ് ഇതിട്ടിരിക്കുന്നത്. ഒരു കുട്ടി, ചിലവരുടെ അധ്യാപകരുടെയൊക്കെ ഒരു സ്റ്റാറ്റസ്, ഒരെണ്ണം കിട്ടിയാൽ പോലെ അവരെടുത്ത് സ്റ്റാറ്റസ് ഇടുന്നതാണ്. എനിക്കിത് ഇത്രയും ഇടാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അത്രയും കുട്ടികൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം മുമ്പ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് എനിക്ക് ചിലപ്പോൾ ഇപ്പം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിന് എത്ര നന്ദി പറഞ്ഞാലും അല്ല, ആ നന്ദി എൻ്റെ ഇനിയുള്ള അവരുടെ ജീവിതത്തിലെ പരീക്ഷകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. നമ്മുടെ പ്രദീപ് സാറ് അദ്ദേഹത്തിൻ്റെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്ന നേട്ടത്തിലേക്ക് എത്തിയ അനുഭവങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. തീർച്ചയായിട്ടും സാറിന് ഇനി ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. കാര്യം വാക്കുകളിലൂടെയും മെസ്സേജുകളിലൂടെയൊക്കെ സാറിനെ സ്നേഹം അറിയിച്ചിരുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നേരിട്ട് വന്ന് സാറിൻ്റെ പരിപാടികൾ പങ്കെടുക്കുകയും അവർക്ക് സാറിനോടുള്ള സ്നേഹം സാറിനോട് മുൻപിൽ വെച്ച് തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഇനിയും എത്രയും ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് എത്തിക്കാൻ പ്രദീപ് സാറ് സന്നദ്ധത എപ്പോഴും കാട്ടുന്നുണ്ട്. ഇനി സാർ ഈ പറഞ്ഞതുപോലെ തന്നെ വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടി വീണ്ടും ഒരു മികച്ച പരിശീലകനായി അല്ലെങ്കിൽ മികച്ച കണ്ടന്റുകളുമായിട്ടൊക്കെ അദ്ദേഹം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം വിശ്രമമില്ലാത്തൊരു ജീവിതമാണ്, അധ്യാപനമാണ് തൻ്റെ ജീവിതമെന്ന് തീരുമാനിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു അധ്യാപകനാണ് നമ്മുടെ പ്രദീപ് സാറേ. അപ്പോൾ നമ്മുടെ ഈ റെക്കോർഡിൻ്റെ ഭാഗമായിട്ട് സാറിന് സ്നേഹ മെസ്സേജുകൾ അയച്ച അല്ലെങ്കിൽ സാക്ഷികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, വേണമെന്ന് വെച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. നമ്മുടെ ആവശ്യകതയാണ് മുമ്പിലേക്ക് വരേണ്ടത്. അല്ലാതെ ഇന്ന ആൾ പറഞ്ഞാലേ പഠിക്കൂ അല്ലെങ്കിൽ കുറച്ച് നിർബന്ധിച്ചാലേ പഠിക്കത്തുള്ളൂ എന്ന് തോന്നരുത്. ഇപ്പം എന്നെ കൊണ്ട് നടന്നില്ലേ, ഞാൻ ഇറങ്ങി തിരിച്ചതല്ലേ, ആരും പറഞ്ഞ് നിർബന്ധിച്ചതൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് കുറേ പ്രതിബന്ധങ്ങളൊക്കെ വരും. അത് പലതരത്തിൽ പലർക്ക് പല രീതിയിലായിരിക്കും. അതൊന്നും നിങ്ങൾ നോക്കരുത്. മുമ്പിൽ ഇപ്പം നിങ്ങൾക്ക് ഡേറ്റോടുകൂടി പരീക്ഷകൾ വന്നിട്ടുണ്ട്.
ഈ പരീക്ഷകൾ എത്രയും പെട്ടെന്ന് സേഫ് സോണിലെത്തി പഠിക്കുക. ആവശ്യകത എന്താണോ ടോപ്പിക് അനുസരിച്ച് സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് വീണ്ടും റിവിഷൻ നടത്തി വാശിയോടുകൂടി പഠിക്കുക. മറ്റുള്ള സമയങ്ങളിൽ എൻജോയ്മെൻ്റ് ഒക്കെ ഇച്ചിരി കുറയ്ക്കുക. അടുത്ത ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ലിസ്റ്റിലാകുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്തു, അതുവരെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോൾ എത്തിച്ചേരേണ്ട പാത നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. ഇന്നലത്തേക്കാൾ കൂടുതൽ സമയം ഇന്ന് എത്തിക്കുക, അടുത്ത ദിവസം അതിനേക്കാൾ എത്തിക്കുക. മാക്സിമം റിവിഷൻ നടത്തുക. ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ തീർച്ചയായിട്ടും ഇനി വരുന്ന നാളുകളിൽ എന്നാൽ കഴിയുന്ന റിവിഷനുകളൊക്കെ ആയിട്ട് മോട്ടിവേഷനൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഓരോരുത്തർക്കും വിജയാശംസകൾ നേരുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറേയധികം പേര് ജയിച്ചു, അവർ സേഫ് സോണിലെത്തി, പല ജോലി കയറി. ഇനി നിങ്ങളായിരിക്കണം അടുത്ത ലിസ്റ്റുകളിലേക്ക് നിങ്ങൾ. അതാര് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയായിരിക്കണം. ഓക്കെ, എല്ലാവിധ ആശംസകളും.